ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ഷേക്ക്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്ന് പറഞ്ഞിരുന്നത്. അപ്പം കുട്ടികൾക്ക് രാവിലെ നമ്മൾ ചായയോ പാലൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു ഷേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾ കുറേ സമയം വിശക്കാതൊക്കെ ഇരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. കൊത്തു പൊറോട്ടനായിട്ട് ഒന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് ഞാൻ പാത്രത്തിലിട്ടൊന്ന് എടുത്ത് വെക്കുന്നുണ്ടേ. ബ്രേക്ക്ഫാസ്റ്റ് വന്ന് പാക്ക് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ നമുക്ക് തലേദിവസം തന്നെ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണക്കമുന്തിരിങ്ങയില്ലേ, കറുത്ത മുന്തിരിങ്ങ, കുരുവില്ലാത്ത മുന്തിരിങ്ങ ഉണ്ട്, പിന്നെ കാഷ്യൂനട്ടുണ്ട്, പിന്നെ ഡേറ്റ്സും അതുപോലെ തന്നെ ആൽമണ്ടും പിന്നെ വാൾനട്ടും ഇത്രയും കൂടെ ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ. അപ്പം 3 പേർക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ 3 പേർക്കായതുകൊണ്ട് 3 പഴം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വാൾനട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു 5 ആൽമണ്ടും പിന്നെ ഒരു 5 ഗ്രേപ്സ് ഉണക്കമുന്തിരിങ്ങ, പിന്നെ ഒരു ഡേറ്റ്സ് വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ കാഷ്യൂനട്ടാണെങ്കിൽ ഒരു 3 എണ്ണം. ഈ ഒരു അളവിൽ വേണമെങ്കിൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് പാലിൽ ഒരു പഴം, ഇത്ര ഐറ്റംസും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയാക്കും. ഇതിപ്പോൾ 3 പേർക്കായതുകൊണ്ടാണ് 3 പഴം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അതിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് ഹോർലിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഓട്സ് ഉണ്ടല്ലോ, ഇപ്പം ഈ വറുത്ത് വരുന്ന ഓട്സ് കൊണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം ഉള്ള സാധനം ഹോർലിക്സ് ആയിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അത്ര നല്ലതൊന്നുമല്ല, എങ്കിലും ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് അതിലൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഹണിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 2.5 കപ്പ് പാലും മതിയിട്ട്. ഇപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ കൂടെ 2.5 കപ്പ് പാലും കൂടെ ചേർക്കുന്ന സമയത്ത് 3 ഗ്ലാസ്സിന് കറക്റ്റാണ് കേട്ടോ അളവ്. അപ്പോൾ ആ ഒരു പാൽ തണുപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. എങ്കിലും നമ്മൾ ഈ പഴമൊക്കെ കൂട്ടിയിട്ട് അടിക്കുമ്പം നല്ല കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തണുപ്പിച്ചെടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലിട്ട് തന്നെ നന്നായിട്ട് എല്ലാം ഒന്ന് അരഞ്ഞൊന്ന് വരണം കേട്ടോ. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലോട്ടൊന്ന് മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എള്ളുണ്ടല്ലോ, കറുത്ത എള്ള് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അത് അരിപ്പയിലൊന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടത് മുളച്ച് കിട്ടും. ആ ഒരു മുളച്ച എള്ളും കൂടെ ഞാൻ ഇതിലേക്ക് കുറച്ച് ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഹെൽത്തിന് പെൺകുട്ടികൾക്കായിരുന്നാലും അത്യാവശ്യം നല്ലതാണല്ലോ അത് കഴിക്കുന്നത് തന്നെ. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ്സും തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കണം, എങ്കിൽ നന്നായിട്ട് കുതിർന്ന് അരിഞ്ഞ് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ രാവിലെ എടുത്തതുകൊണ്ടാണ് അത് അധികം അങ്ങ് അരിഞ്ഞ് കിട്ടാത്തത്. ഡേറ്റ്സ് ബാക്കിയെല്ലാം ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ മുളപ്പിച്ച എള്ളാണ്, അതുകൂടെ നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ലത്. അപ്പോൾ നമ്മൾ ഈ ജ്യൂസിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കയ്പ്പൊന്നും അറിയാതെ അങ്ങ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. കുറച്ചൊക്കെ ഡയറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്ലാസ് ഇപ്പോൾ ഹോർലിക്സ് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ഓട്സ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ കൂടെ ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കുടിച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ നല്ല ഹെവി ആയിട്ട് വയറ് നിറഞ്ഞ് കണക്കിരിക്കും. അതുപോലെ തന്നെ ഇനി നോമ്പൊക്കെ വരാൻ പോവുകയാണ്. രാവിലെ അത്താഴത്തിന് നമ്മൾ ബാക്കിയുള്ള ഫുഡൊക്കെ കഴിക്കുന്നതിന് പകരം ഈ ഒരു ഗ്ലാസ് ജ്യൂസ് കഴിച്ചാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും, അധികം വിശപ്പും ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും കുഞ്ഞു റെസിപ്പി വീഡിയോയ്ക്കാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.